നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ധനസഹായം നൽകും. പ്രാദേശിക സംസ്ഥാനതല സമിതികൾ രൂപീകരിച്ചു. വയനാട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഹാരിസൺ മലയാളം ലിമിറ്റഡ്. ഗാസയിൽ സമാധാന കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുവാനുള്ള അവസാനവട്ട ചർച്ച തുടരുന്നു. അഭിപ്രായ ഭിന്നത ചർച്ചയിലൂടെ പരിഹരിച്ചെന്ന് ഖത്തർ. സൗദിയിൽ പുതിയതായി ചേർക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന നിർബന്ധമാക്കും. തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ. ഷാർജയിൽ കെട്ടിട വാടക നിശ്ചയിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾക്ക് ആലോചന. പ്രദേശങ്ങളുടെ പ്രത്യേകത കണക്കാക്കി വാടക നിശ്ചയിക്കും. ശബരിമലയിൽ മകരവിളക്കിൻ്റെ ദർശന പുണ്യം നുകർന്ന ഭക്തലക്ഷങ്ങൾ. തിരുവാഭരണം ചാർത്തിയെ അയ്യന് ദീപാരാധന തൊഴുത് ഭക്തർ. ഡിസംബറിലെ മികച്ച താരത്തിനുള്ള ICC പുരസ്കാരം ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക്. നേട്ടം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനത്തിൽ. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായധനം നൽകാൻ സർക്കാർ തീരുമാനം. കാണാതായവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ധനസഹായത്തിന് പ്രാദേശിക സംസ്ഥാനതല സമിതികൾ രൂപീകരിച്ചുമാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിൽ വലിയ ആശയക്കുഴപ്പമായിരുന്നു നിലനിന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, SHO എന്നിവർ പ്രാദേശിക സമിതിയിൽ ഉൾപ്പെടുന്നു. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല. കാണാതായവരെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് നിർദ്ദേശം. പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. തുടർന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല സമിതി പട്ടികയിൽ സൂക്ഷ്മ പരിശോധന നടത്തും. സംസ്ഥാനതല സമിതി സർക്കാരിന് സമർപ്പിക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാകും കാണാതായവരുടെ ആശ്രിതർക്ക് ധനസഹായം അനുവദിക്കുക. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും നടപടിയെന്നും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുവാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ഹാരിസൺ മലയാളം. ഭൂമി ഏറ്റെടുക്കുവാൻ അനുവദിച്ചിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. നഷ്ടപരിഹാരം നൽകാതെ സർക്കാർ ഭൂമി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. MLA-മാരെയും MP-മാരെയും ഒപ്പം കൂട്ടാൻ കരുക്കൾ നീക്കി PV അൻവർ. ഇടതുപക്ഷത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന MLA-മാരെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിക്കാമെന്ന് മമതയ്ക്ക് നൽകിയ പരോക്ഷ ഉറപ്പിന്മേലാണ് നീക്കങ്ങൾ. അതിനിടയിൽ ഇരുവിഭാഗം NCP-കളുടെ ലയന ചർച്ചകളും സജീവമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ. തൃണമൂൽ കോൺഗ്രസിലൂടെ ദക്ഷിണേന്ത്യൻ സംഘടനാ ചുമതലയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. പല ദേശീയ സംസ്ഥാന നേതാക്കളെയും തൃണമൂലിൽ എത്തിക്കാനാണ് PV അൻവറിന്റെ നീക്കം. NCP, ശരത് പവാർ, അജിത് പക്ഷങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾ നടക്കുന്നത് അൻവറിന്റെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. ലയനം സാധ്യമായാൽ NCP NDAയ്ക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കേരളത്തിലെ ചില നേതാക്കളെ കൂടി തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കാമെന്നാണ് അൻവർ കണക്ക് കൂട്ടുന്നത്. ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ, MLA തോമസ് കെ തോമസ് അടക്കമുള്ളവരെ ഒപ്പം നിർത്താനാകുമെന്നും അൻവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഇതിനിടെ ഇടതുപക്ഷത്തുള്ള MLA-മാരുമായും PV അൻവർ ആശയവിനിമയം നടത്തിയതായാണ് വിവരം.
പാർട്ടി സംഘടനാ സംവിധാനത്തിന് രൂപം നൽകിക്കൊണ്ട് UDF-ലേക്ക് എത്താൻ കഴിഞ്ഞാൽ മുന്നണിയിലെ പ്രധാന വിലപേശൽ ശക്തിയായി മാറാൻ കഴിയുമെന്നുമാണ് അൻവറിന്റെ നീക്കങ്ങളിലെ പ്രധാന കാര്യങ്ങളിലൊന്ന്. കൂടാതെ പാർട്ടിയെ കേരളത്തിൽ ശക്തമായ സംവിധാനത്തിലേക്ക് മാറ്റിയാൽ മമതാ ബാനർജിയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ കഴിയുമെന്നും അൻവർ കണക്ക് കൂട്ടുന്നു. പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലും PV അൻവർ കണ്ണുവയ്ക്കുന്നുണ്ട്. ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസിയെ ലക്ഷ്യമിട്ട് അൻവർ നീക്കം നടത്തുമ്പോൾ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി രാംവിലാസും ലക്ഷദ്വീപിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ധൃതിയിൽ തീരുമാനം വേണ്ട എന്ന് നേതൃത്വം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതിലൂടെ അൻവർ കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടി എന്നാണ് വിലയിരുത്തൽ. അതേസമയം CPM ആകട്ടെ അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ P ശശി അൻവറിനെതിരെ 4ാമത്തെ വക്കീൽ നോട്ടീസും അയച്ചു. കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹത്തിന് ഇപ്പോഴും ശമനം വന്നിട്ടില്ല. മുഖ്യമന്ത്രി കസേര ഉന്നമിട്ടുള്ള സാമുദായിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നേതാക്കളുടെ ഓട്ടപ്പാച്ചിൽ, മറുവശത്ത് സുധാകരൻ സതീശൻ പോര്, പുറമെ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറയുമ്പോഴും നേതാക്കളുടെ കിടമത്സരം മുന്നവച്ചുള്ള വാക്കുകൾ മറികടന്ന് പല വേദികളിലും മറനീക്കി പുറത്തു വന്നു തുടങ്ങി. ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചേരാതെ നേതാക്കൾ വിട്ടുനിന്നതിൽ വരെ എത്തി ഈ കല്ലുകടി. ഇതോടെയാണ് ദേശീയ നേതൃത്വം അതിർത്തി കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പരിപാടികൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം, സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടങ്ങിയവ നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. അതിനാൽ ഈ മാസം 15-ന് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന സംസ്ഥാന നേതാക്കളും MP-മാരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ കേരളത്തിന് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ടെത്തിയിട്ടും അവസാന നിമിഷമാണ് സമിതി ചേരാൻ സാധിക്കില്ല എന്ന തീരുമാനം സംസ്ഥാന നേതാക്കൾ അറിയിച്ചത്. നേതാക്കളുടെ അസൗകര്യമാണ് പ്രധാന കാരണമായി പറഞ്ഞുവെച്ചതും. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ദീപാദാസ് മുൻഷി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ അറിയിച്ചിട്ടുമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സമിതി ചേരണമെന്ന അന്ത്യശാസനം ഇതിനിടെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞു. മണ്ഡല സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. യോഗം ചേരാതിരുന്നതിലെ സ്ഥിതിവിശേഷം KC വേണുഗോപാലും രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരെ അറിയിച്ചിട്ടുണ്ട്. സമിതി ചേരുന്നതിനുള്ള തീയതി സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ച് ദേശീയ നേതൃത്വം തീരുമാനിക്കാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനകത്തെ പടലപ്പിണക്കങ്ങൾ ഇനി അങ്ങനെ വിട്ടുകളയേണ്ടെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. അതേസമയം ദേശീയ നേതൃത്വം അതിർത്തി പരസ്യമാക്കിയിട്ടും സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞിട്ടില്ല. KP ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒന്നാന്തരമായി നിലമ്പൂരിൽ ജയിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ വിജയത്തിന് മാറ്റ് ഏറെയായിരിക്കുമെന്നും സ്വതന്ത്രനെ പരീക്ഷിക്കുമോ എന്നത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഒരു MLA രാജിവെച്ചാൽ ആ മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകും. നിലമ്പൂർ അത് ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം ഒന്നാന്തരമായിട്ട് ജയിക്കും. ആ ജയത്തിൻ്റെ മാറ്റ് ഏറെയായിരിക്കും. അതൊന്നും ഇപ്പോഴേ നിങ്ങൾ കണ്ടപ്പെടേണ്ട, സമയത്തെല്ലാം നടക്കും. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited. സ്വാമിയേ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണം വിളികളോടെ 10,000-കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനം നടത്തി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന നടത്തിയ ശേഷം 6:42-ന് നട തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് 6:44-നായിരുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിച്ചത്. മകരവിളക്കിന് മുന്നോടിയായി നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ 2:30-ന് മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾ തുടങ്ങിയത്. വൈകിട്ട് 6:25-ഓടെയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. നാളെ മുതൽ 17 വരെ തിരുവാഭരണ ദർശനം ഭക്തർക്ക് ഉണ്ടായിരിക്കും. മകരജ്യോതി ദർശനത്തിൽ സായുജ്യം അടഞ്ഞ് പുല്ലുമേട്ടിൽ നിന്നും 1000-കണക്കിന് ഭക്തർ മലയിറങ്ങി. ദിവസം മുഴുവൻ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈകിട്ട് 6:45-ഓടെയാണ് മകരജ്യോതി തെളിഞ്ഞത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമെത്തി 1000-കണക്കിന് ഭക്തർ ശരണം വിളികളോടെ മകരജ്യോതി വണങ്ങി. 7245 ഭക്തരാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയത്. ഭക്തരുടെ വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാൽ വിപുലമായ സംവിധാനങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയത്. സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾക്കായി 150 പ്രത്യേക പോലീസ് ഓഫീസർമാർക്ക് പുറമെ 1200 പോലീസ് ഉദ്യോഗസ്ഥരും 155 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല എന്നും അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.
അന്വേഷണത്തോട് സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ജാമ്യം അനുവദിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരുകയാണ്. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നീക്കം. ജാമ്യം നടപ്പാക്കേണ്ടതില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു. അതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാനാകാതെ ജയിലിൽ വാസം തുടരുന്ന സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി ബോബി അഭിഭാഷകരെ അറിയിച്ചു. നിലപാട് നാളെയും തുടരുകയാണെങ്കിൽ ജയിൽ അധികൃതർ വിവരം കോടതിയെ അറിയിക്കും. ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ച വാർത്തയറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് ജയിലിന് മുന്നിൽ കാത്തുനിന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളടക്കമുള്ളവർ ബോബിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. ഞാൻ മലപ്പുറത്തുനിന്ന് ഹണി റോസിനെ കളിയാക്കി എന്ന് പറയുമ്പോൾ അപ്പം സങ്കടം ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് തന്നെ പ്രതികരിക്കണമായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്. തീവ്രവാദമൊന്നും ചെയ്ത ആളല്ല ബോച്ച. ഒരു ദയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ മനഃപൂർവ്വം ബോച്ചയെ മനഃപൂർവ്വം ചെയ്തതാണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. പോലീസുകാരും സർക്കാരും കൂടെ കളിക്കുന്ന കളിയാണിത്. അപ്രതീക്ഷിതവും അത്യന്തം നാടകീയവുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. സാങ്കേതിക കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താനും പുറത്തിറങ്ങുന്നില്ല എന്ന് ബോബി അഭിഭാഷകരെ അറിയിച്ചു. പരമാവധി 7 മണിക്ക് ശേഷം ജയിലിലെ നടപടിക്രമങ്ങൾ നടത്താനും സാധിക്കില്ല. ഇതോടെ പിന്തുണയുമായി എത്തിയ ആളുകൾ പിരിഞ്ഞുപോയി. നാളെയും ബോബി ചെമ്മണ്ണൂർ നിലപാട് തുടർന്നാൽ വിവരം പോലീസ് കോടതിയെ അറിയിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിലേക്ക് അഭിഭാഷകരുമായി ചർച്ച നടത്തി. തുടർ നടപടികൾ ഹിന്ദു ഐക്യവേദിയുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധി സ്ഥലം പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. വിവാദ സമാധിയിൽ ദുരൂഹത ആരോപിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. എന്നാൽ സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നു. ഉടൻ കുടുംബത്തിന് നോട്ടീസ് നൽകി അടുത്ത ദിവസങ്ങളിൽ തന്നെ സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും. കഴിഞ്ഞ ദിവസം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ സമാധി സ്ഥലം പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം. പിതാവിന്റെ ഇഷ്ടപ്രകാരമാണ് സമാധി ഒരുക്കിയതെന്നും സമാധി സ്ഥലം പൊളിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചേക്കും. മതപരമായ വിഷയമാണെന്നും കുടുംബത്തിന്റെ അഭിപ്രായം പ്രധാനമാണെന്നും അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് മക്കൾ നൽകിയ മൊഴികളിൽ ഉൾപ്പെടെ അവ്യക്തതയുള്ളതിനാൽ അന്വേഷണം വേഗത്തിലാക്കാനാണ് പോലീസ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് ഖത്തർ. വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 3 ബന്ദികളെ ആദ്യ ദിവസം വിട്ടയക്കും. അതിനുശേഷം ഇസ്രായേൽ സൈന്യം പിൻവലിക്കാൻ തുടങ്ങും. അതിനുശേഷം ചർച്ചകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച ഹമാസ് ഈ റൗണ്ട് ചർച്ചകളിൽ വ്യക്തമായ ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 61 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 281 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദിയിൽ പുതിയതായി ചേർക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന നിർബന്ധമാക്കാൻ തീരുമാനിച്ചതായി സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം. കിൻഡർഗാർട്ടൻ തലത്തിലും എലിമെൻ്ററി 1-ാം ക്ലാസ്സിലുമാണ് ഫിറ്റ്നസ് പരിശോധന നിർബന്ധമാക്കുന്നത്. സൗദി ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലും ഒരുപോലെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും വിദ്യാഭ്യാസത്തിന് സുരക്ഷിതമായ തുടക്കം ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. മദീനയിലെ ഖുബ, ദുൽഹു, ലൈഫ, മിഖാത്ത് മസ്ജിദുകളിലെ പാർക്കിങ്ങുകളിൽ ജനുവരി 20 മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കാൻ മദീന ഡെവലപ്മെൻറ്റ് അതോറിറ്റി തീരുമാനിച്ചു. ഇക്കാര്യം അറിയിച്ച പാർക്കിങ്ങുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഫീസ് ഈടാക്കുന്നതിന് മുന്നോടിയായി പാർക്കിങ്ങുകളിൽ പ്രത്യേക സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് പാർക്കിംഗ് സൗജന്യമാണ്. ബസ്സുകൾക്ക് 1 മണിക്കൂറിന് 10 റിയാലും കാറുകൾക്ക് 2 റിയാലുമാണ് ഫീസ്. അബുദാബിക്കും ദുബായ്ക്കും പുറമെ ഷാർജയിലും കെട്ടിട വാടക നിശ്ചയിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വരുന്നു. വാണിജ്യ പ്രാധാന്യം, വിപണി നിലവാരം, പ്രദേശങ്ങളുടെ പ്രത്യേകത എന്നിവ കണക്കാക്കി വാടക നിശ്ചയിക്കുന്ന പദ്ധതി ഷാർജയിലും നടപ്പാക്കാനാണ് ആലോചന. ഓരോ പ്രദേശത്തെയും വാടക നിലവാരം പൊതുജനങ്ങൾക്കും ഇതോടെ ലഭ്യമാകും. താമസക്കാരും കെട്ടിട ഉടമയും തമ്മിൽ വാടക സംബന്ധമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ ഇല്ലാതാക്കാനും
പദ്ധതി സഹായകരമാകുമെന്നാണ് കരുതുന്നത്. റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടുതൽ സുതാര്യതയും ഇതോടെ സാധ്യമാകും. അമിതമായ വാടക വർധനവ് ഒഴിവാക്കാനും ഇതോടെ സാധിച്ചേക്കും. ഷാർജയിലെ പ്രശസ്തമായ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയുടെ പുതിയ ബ്രാഞ്ച് ദുബായ് കരാമയിൽ തുറന്നു. പഞ്ചാമൃതം, ശർക്കര കൊണ്ടുള്ള പലഹാരങ്ങൾ, നാടൻ പലഹാരങ്ങൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളാണ് സ്വീറ്റ് ബാസ്ക്കറ്റ് ഉപഭോക്താക്കൾക്കായി തയ്യാറാക്കുന്നത്. ദുബായ് കരാമയിലെ പുതിയ ബ്രാഞ്ച് മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. സ്വീറ്റ് ബാസ്ക്കറ്റ് പാർട്ണർമാരായ വഹാബ് അബൂബക്കർ, നിതിൻ ദിനചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായ ഷുഹൈബ് അസീസിന് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. സംസ്ഥയ്ക്കും ലീഗിനുമിടയിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായില്ല. നിലവിലുണ്ടായ തെറ്റിദ്ധാരണകൾ ഇരുകൂട്ടരും ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി. എല്ലാ പ്രശ്നവും പരിഹരിച്ചില്ല എന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കം കോഴിക്കോട് പറഞ്ഞു. സാദിഖ് അലി തങ്ങളുമായി ഉണ്ടായ പ്രശ്നമാണ് ചർച്ച ചെയ്തത്. എന്നാൽ ആരോടും ഖേദമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നും മാപ്പ് അല്ലാഹുവിനോട് മാത്രമേ പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാപ്പ് അള്ളാഹിനോടാണ് പറയുക. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞാൽ ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണിത്. അങ്ങനെ ഖേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ, അത്രയല്ലേ ഉള്ളൂ. വയനാട് മാനന്തവാടിയിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ അപസ്മാര മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാനന്തവാടി മാതാ അമൃതാനന്ദമയി മഠവും മാനന്തവാടി മർച്ചൻ്റ് അസോസിയേഷനും കൈനാട്ടി അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 19 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. മാനന്തവാടി വ്യാപാര ഭവനിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9562804222, 94956410, 303, 9387410354. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9562804222, 9495641003, 9387410354. ഇടുക്കി ജില്ലയിൽ 2020 ശേഷം 1837 ഏക്കർ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റിയതായി രേഖകൾ. ജില്ലയിൽ 4 റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തതും ഈ കാലത്താണ്. ഇടുക്കി ജില്ലയിൽ 4 റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തതുകൂടാതെ 290.35 ഹെക്ടർ ഭൂമി കൂടി LDF സർക്കാർ സംരക്ഷിത വനമാക്കി മാറ്റിയതിന്റെ രേഖകളാണ് പുറത്തായത്. ഇതുകൂടി ചേർത്ത് ആകെ 1837.10 ഏക്കർ റവന്യൂ ഭൂമി 2010 ശേഷം ഇടുക്കി ജില്ലയിൽ വനഭൂമിയായി. ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് 6-ലെ 290.35 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കി 2021 മാർച്ച് 24-ന് കരട് വിജ്ഞാപനം ഇറക്കിയതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെ വനമാക്കി മാറ്റിയത്. 1 ഇഞ്ച് വനവിസ്തൃതി പോലും ജില്ലയിൽ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ജില്ലയിൽ ഇത്തരമൊരു ഗൂഢ നീക്കം നടത്തുന്നുള്ള കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർ പറയുന്ന കാര്യം ഒന്ന്, പ്രവർത്തിക്കുന്ന കാര്യം വേറൊന്ന്. KM മാണി മന്ത്രിയായിരുന്ന കാലത്താണ് സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഈ പ്രദേശം സംരക്ഷിത വനമാക്കി വിജ്ഞാപനം ഇറക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് വിജ്ഞാപനം ഇറങ്ങിയതെന്നും ഇക്കാര്യം CPM-ഉം LDF-ഉം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതായും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് റേഷൻ വിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക്. വിതരണ കരാറുകാരുടെ സമരം 2 ആഴ്ച പിന്നിടുമ്പോൾ വ്യാപാരികളും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. POS സംവിധാനത്തിലെ തകരാറുകളും റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജനുവരി അവസാനത്തോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്ന സ്ഥിതിയാണ്. 27-ാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം. ജനുവരി 27-ാം തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ്. 27-ാം തീയതി കടകൾ അടയ്ക്കുന്നതിന് പുറമെ മുഴുവൻ റേഷൻ വ്യാപാരികളും സഹായികളും കുടുംബാംഗങ്ങളും
അതാത് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. 16-ാം തീയതി ഞങ്ങളുടെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സമരത്തിൻ്റെ മറ്റുള്ള രീതികൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. റേഷൻ സാധനങ്ങൾ ഗോഡൌണിൽ നിന്നും എടുത്ത് കടകളിൽ വിതരണം നടത്തുന്ന കരാറുകാർ വൻ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ജനുവരി 1 മുതൽ സമരത്തിലാണ്. ഇതോടെ കടകളിലേക്കുള്ള ചരക്ക് നീക്കം നിലച്ചിരിക്കുന്നു. ഇ-പോസ് സംവിധാനത്തിലെ തകരാറുകളും റേഷൻ വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനിടെ സേവന ഫീസിനത്തിൽ വൻ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഇ-പോസ് സംവിധാനത്തിന്റെ സാങ്കേതിക പരിപാലനം നടത്തിവരുന്ന കമ്പനിയും സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം പൂർണ്ണമായും സ്തംഭിക്കും. അമൃത ന്യൂസ്, കോട്ടയം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വൻ കൃഷിനാശം സംഭവിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇരുട്ടടി. വേനലിൽ നശിച്ച ഏലത്തിന് തുച്ഛമായ നഷ്ടപരിഹാരമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടലിൽ നിന്നുള്ള കണക്കനുസരിച്ച് 2024 വേനൽ ചൂടിൽ ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,944 ഏലം കർഷകർക്ക് കൃഷിനാശമുണ്ടായി. 43,686 ഹെക്ടറിലെ കൃഷി നശിച്ചു. 10,93 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഈ കണക്കനുസരിച്ച് ഒരു കർഷകന് ശരാശരി നഷ്ടപരിഹാരം ലഭിക്കുന്നത് 6,000 രൂപ മാത്രമാണ്. വൻ നഷ്ടം നേരിട്ട് കടക്കണിയിലായവരെ അവഹേളിക്കുന്നത് പോലെയാണ് നഷ്ടപരിഹാര തുകയെന്ന് കർഷകർ ആരോപിക്കുന്നു. കൃഷിക്കാർക്ക് നഷ്ടപരിഹാരമായി ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ആദ്യം കൃഷിക്കാരെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുച്ഛമായ ഒരു നഷ്ടപരിഹാരമാണ് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഈ കൃഷിക്കാർക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഈ കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കുന്നതിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പറയുവാനുള്ളത്. സംസ്ഥാന സർക്കാരും ഏലം കർഷകർക്കായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 10 കോടിയുടെ നഷ്ടപരിഹാരത്തിന്റെ ആദ്യഘട്ടമായി 78,53,000 രൂപ അനുവദിക്കുന്നതായി കഴിഞ്ഞയാഴ്ച നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചിരുന്നു. ഏലത്തിന് ഇത്തവണ വിലയുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞതിനാൽ ഏലം കർഷകർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും കിട്ടാതാകുന്നത് കർഷകർക്ക് ഇരട്ടി പ്രഹരമാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പീച്ചി ഡാം അപകടത്തിൽ മരണം 3ആയി. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള ഐറിനാണ് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയ മറ്റ് 2 കുട്ടികൾ ഇന്നലെ മരിച്ചിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടയിലാണ് ഐറിൻ്റെ മരണം. ആൻഗ്രീസ്, അലീന എന്നിവരാണ് ഇന്നലെ മരിച്ചത്. നിമ ചികിത്സയിൽ തുടരുകയാണ്. നിമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ജൂബിലി മിഷൻ ആശുപത്രി അധികൃതർ അറിയിച്ചു. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ രചിച്ച ശക്തൻ തമ്പുരാൻ ദ ലയൺ ഓഫ് കൊച്ചി എന്ന പുസ്തകം തൃപ്പൂണിത്തുറയിൽ വെച്ച് പ്രകാശനം നടത്തി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയാണ് പുസ്തകം പ്രകാശനം നടത്തിയത്. ചരിത്രം ശക്തൻ തമ്പുരാനോട് നീതി പുലർത്തിയിട്ടില്ല എന്നും യഥാർത്ഥ ശക്തൻ തമ്പുരാൻ ആരാണെന്ന ചരിത്രം പരിചയപ്പെടുത്താനാണ് ഈ പുസ്തകമെന്നും ശ്രീകുമാരി രാമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ഐതിഹ്യങ്ങളെയും വ്യക്തികളെയും പരാമർശിക്കുന്ന എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള, യുവ വായനക്കാർക്ക് വേണ്ടി രാമായണ ഫോർ യങ് റീഡേഴ്സ് എന്നീ പുസ്തകങ്ങൾ അടുത്തിടെ പ്രകാശനം ചെയ്ത ശേഷമാണ് എഴുത്തുകാരി ശ്രീകുമാരി രാമേന്ദ്രൻ്റെ ശക്തൻ തമ്പുരാൻ ദ ലയൺ ഓഫ് കൊച്ചിയും പുറത്തിറങ്ങുന്നത്. എഴുതിയ 3 പുസ്തകങ്ങളും അടുപ്പിച്ച് പുറത്തു വന്നത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് ശ്രീകുമാരി രാമേന്ദ്രൻ പറഞ്ഞു. പുസ്തകങ്ങളൊക്കെ പബ്ലിഷേഴ്സിൻ്റെ അടുക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. 1 കൊല്ലം ചില ബുക്ക്. ഇപ്പോൾ രാമായണ ഫോർ യങ് റീഡേഴ്സ് എന്നുള്ളത് 3-4 കൊല്ലമായി എഴുതി കഴിഞ്ഞിട്ട്. അത് മാതൃഭൂമിയെ പബ്ലിഷ് ചെയ്തേ. മറ്റേ എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള എന്നുള്ളത് 1 കൊല്ലത്തിൽ താഴെയായിട്ട് പെൻഗ്വിൻ പബ്ലിഷറുടെ അടുത്തായിരുന്നു. ഈ ശക്തൻ തമ്പുരാനും ഏതാണ്ട് ഒരു 5-8 മാസമായിട്ട് പ്രിസം പബ്ലിഷേഴ്സിൻ്റെ അടുത്തായിരുന്നു. വന്നപ്പോൾ 3ഉം കൂടി അങ്ങോട്ട് ഒന്നിച്ച് വന്നാൽ വിചാരിതമായിട്ട് സംഭവിച്ചു പോയതാണ്. അതെനിക്ക് തന്നെ ഒരു അത്ഭുതമായി. ഒരുപക്ഷെ ദൈവഹിതം അങ്ങനെയായിരുന്നിരിക്കണം. പുതിയ കാലത്തെ ചരിത്രകാരന്മാരിൽ പലരും ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീകുമാരി രാമചന്ദ്രന്റെ ഇത്തരമൊരു ശ്രമം അഭിനന്ദനാർഹമാണെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി പറഞ്ഞു. ഹിസ്റ്റോറിയൻസിന് വരും ഡിസ്റ്റോർഷൻ്റെ, ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. മഞ്ഞ മഷിയിൽ മുക്കി എഴുതി അതിൽ നിന്നും ഒരു ആഹ്ലാദവും ഒരു സന്തോഷവും ഒക്കെ കിട്ടുക എന്നുള്ളത് ഇന്ന് വളരെ വളരെ സാധാരണമായിട്ടുണ്ട്. ഭാഷ നല്ല ഭാഷയുണ്ടെങ്കിൽ വിൽക്കാനായിട്ട് വലിയ വിഷമം കാണില്ലായിരിക്കാം. ക്രോണിക്ലേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ തന്നെ പറഞ്ഞാൽ പോരല്ലോ, അതിനൊരു സത്യം വേണ്ടേ. തികച്ചും അവഗണിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ നീതി പുലർത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ തോന്നി. കാരണം വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ഇമേജാണ് അദ്ദേഹത്തിൻ്റെ, അങ്ങനത്തെ ഒരു ഇമേജാണ് ചരിത്രം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ അത് ശരിക്കും നമ്മളൊരു ഗവേഷണം നടത്തിയാലേ മനസ്സിലാവും
അദ്ദേഹം എത്ര കണ്ട് നിപുണനായ ഭരണാധിപനും പ്രജാക്ഷേമ താല്പര്യനൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാവുകയും നമ്മളൊരു റിസർച്ച് നടത്തണം. തൃപ്പൂണിത്തുറ കളിക്കോട്ട പാലസിൽ രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇനി കായിക വാർത്തകൾ നോക്കാം. ICCയുടെ ഡിസംബറിലെ താരമായി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ഡിസംബറിൽ കളിച്ച 3 ടെസ്റ്റിൽ 22 വിക്കറ്റ് വീഴ്ത്തിയാണ് ജസ്പ്രീത് ബുംറ താരമായത്. അഡ്ലേഡിൽ 61 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ബുംറ ബ്രിസ്ബേൺ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ 76 റൺസ് വഴങ്ങി 6 വിക്കറ്റ് നേടിയിരുന്നു. ബ്രിസ്ബേൺ രണ്ടാം ഇന്നിംഗ്സിൽ 18 റൺസ് വഴങ്ങി 3 വിക്കറ്റും നേടിയിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.